വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 7ാം ക്ലാസ്സിലെ ക്വാളിറ്റി എന്ന പാഠമാണ്. ദൈർഘ്യമേറിയ പാഠമായതിനാൽ ഈ പാഠത്തെ 2 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഇതിലെ 2ാം ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ദേ ഗെറ്റ് ഇറ്റ് ഓൾ ഹീ സെഡ്. അവർക്കതെല്ലാം കിട്ടുന്നുണ്ട്. എന്ത് കിട്ടുന്നെന്നാ? ഓർഡറൊക്കെ കിട്ടുന്ന, ചെരുപ്പുണ്ടാക്കാനുള്ള ഓർഡർ അവർക്ക് കിട്ടുന്നുണ്ട്. ഹീ സെഡ് ദേ ഗെറ്റ് ഇറ്റ് ബൈ അഡ്വർടൈസ്മെൻറ്റ്. അവർക്കിത് കിട്ടുന്നത് പരസ്യങ്ങളിലൂടെയാണ്, നോട്ട് ബൈ വർക്ക്. അവരുടെ ജോലിയുടെ മഹത്വം കൊണ്ടൊന്നുമില്ല, അവരുടെ വർക്കിൻ്റെ മഹത്വം കൊണ്ടൊന്നുമല്ല. ദേ ടേക്ക് ഇറ്റ് അവേ ഫ്രം അസ്. അവർ ജോലിയൊക്കെ അവരങ്ങ് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഓർഡറൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുന്നുണ്ട്. അല്ല അവരുടെ ചെരുപ്പുകളാണ് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. ദേ ടേക്ക് ഇറ്റ് അവേ ഫ്രം അസ്. ചെരുപ്പിൻ്റെ ജോലികൾ അവരങ്ങ് കൊണ്ടുപോകും. ഹൂ ലവ് അവർ ബൂട്ട്സ്. ഞങ്ങളുടെ ബൂട്ടിനെ ഇഷ്ടപ്പെടുന്നവരും അവരുടെ പരസ്യം കണ്ട് അവരുടെ ബൂട്ട് വാങ്ങിക്കാൻ തുടങ്ങും. ഇറ്റ് കംസ് ടു ദിസ്. അവസാനം ഇങ്ങനെ വന്നു. പ്രസൻ്റ്ലി ഐ ഹാവ് നോ വർക്ക്. ഇപ്പം എനിക്കാണ് ജോലി തീരെ ഇല്ല. എവറി ഇയർ ഇറ്റ് ഗെറ്റ്സ് ലെസ്. ഓരോ വർഷവും പണി കുറഞ്ഞു വരിക. യു വിൽ സീ. നിങ്ങൾ നോക്കിയേ. ആൻഡ് ലുക്കിംഗ് അറ്റ് ഹിസ് ലൈൻഡ് ഫേസ്. അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേ അയാളുടെ മുഖം ലൈൻഡാണ്. പ്രായം കൊണ്ട ചുളിവുകൾ മുഖത്തുണ്ട്. ആൻഡ് ലുക്കിംഗ് അറ്റ് ഹിസ് ലൈൻഡ് ഫേസ് ഐ സോ തിങ്സ് ഐ ഹാഡ് നെവർ നോട്ടീസ്ഡ് ബിഫോർ. നേരത്തെ നോട്ടീസ് ചെയ്തിട്ടില്ലാത്ത, നേരത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബിറ്റർ തിങ്സ്, കൈപ്പേറിയ കാര്യങ്ങൾ. ബിറ്റർ സ്ട്രഗിൾ, കൈപ്പേറിയ കഠിനതരമായിട്ടുള്ള സ്ട്രഗിൾ, ജീവിക്കാനുള്ള സ്ട്രഗിൾ. ആൻഡ് വാട്ട് എ ലോട്ട് ഓഫ് ഗ്രേ ഹെയർസ് ദർ സീം സഡൻലി ഇൻ ഹിസ് red bird. What a lot of grey hairs there seemed. താടിയെ നോക്കുമ്പോൾ ചുവന്ന താടിയായിരുന്നു, അതിൻ്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം നരച്ചിട്ടുണ്ട്. വാട്ട് എ ലോട്ട് ഓഫ് ഗ്രേ ഹെയർസ് വർ സീംഡ് സഡൻലി ഇൻ ഹിസ് റെഡ് ബേർഡ്. നേരത്തെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പുള്ളിയുടെ ചുവന്ന താടിയിൽ ഒത്തിരി നരപ്പ് വീണിട്ടുണ്ട്, മുഖത്തൊക്കെ ചുളിവുകളൊക്കെ വീണിട്ടുണ്ട്, പ്രായമുണ്ട്. അതാ. ആസ് ബെസ്റ്റ് ഐ കുഡ് ഐ എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദോസ് ഇൽ അമെൻഡ് മൂഡ്സ്. ആസ് ബെസ്റ്റ് ഐ കുഡ്, എനിക്ക് പറയാവുന്ന രീതിയിൽ തന്നെ ഐ എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദോസ് ഇല്ലമെൻഡ് ബൂട്ട്സ്. ഞാനിപ്പോൾ കാലയിട്ടുകൊണ്ട് നിൽക്കുന്ന ആ ദുശകനും പിടിച്ച ബൂട്ട്സിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, വിശദീകരിച്ചു. അത് കിട്ടാനുള്ള സാഹചര്യമൊക്കെ പറഞ്ഞു. ബട്ട് ഹിസ് ഫേസ് ആൻഡ് വോയിസ് മെയ്ഡ് സോ ഡീപ്പ് ആൻ ഇംപ്രഷൻ. അങ്ങനെ മുഖത്ത് നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ സൗണ്ടും ഒക്കെ സോ ഡീപ്പ് ആൻ ഇംപ്രഷൻ, ഒരു പ്രത്യേക ഇംപ്രഷൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത്, ആ മുഖഭാവം കണ്ടാൽ അറിയാം. ദ ഡ്യൂറിങ് ദ നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഐ ഓർഡേർഡ് ഫ്യൂ പേഴ്സ്. മുഖത്ത് അദ്ദേഹത്തിൻ്റെ വൈഷമ്യങ്ങളൊക്കെ ആണ്. എല്ലാം ഓർഡറൊക്കെ ഇപ്പം അഡ്വർടൈസ്മെൻറ്റ് വഴി കമ്പനിക്കാരാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല എന്നുള്ള ആ നൈരാശ്യം, മുഖത്തെ വേദനയും കണ്ടതുകൊണ്ടായിരിക്കാം. ഐ ഓർഡേർഡ് മെനി പേഴ്സ്. ഞാൻ കുറേ പേരൊക്കെ ഓർഡർ ചെയ്തു, ബൂട്ട്സിന് ഓർഡർ ചെയ്തു. ദേ ലാസ്റ്റഡ് ലോങ്ങർ ദാൻ അവർ. അതോ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി നാൾ നീണ്ടു നിന്നു. ആൻഡ് ഐ വാസ് നോട്ട് ഏബിൾ ടു ഗോ ഹിം ഫോർ നിയർലി 2 years. ഇനി 2 വർഷത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണ്ട. അതുപോലെ എനിക്ക് നല്ല ബൂട്ട്സാണ് അദ്ദേഹം പണിത് തന്നത്. ഇറ്റ് വാസ് മെനി മന്ത്സ് ബിഫോർ മൈ നെക്സ്റ്റ് വിസിറ്റ് ടു ഹിസ് ഷോപ്പ്. ഇപ്പോൾ ഒരുപാട് ഇറ്റ് വാസ് മെനി മന്ത്സ് ബിഫോർ മൈ നെക്സ്റ്റ് വിസിറ്റ് ടു ഹിസ് ഷോപ്പ്. അപ്പോൾ അടുത്ത വിസിറ്റ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് ഉണ്ടാകുന്നതിന് പല മാസങ്ങൾക്ക് മുമ്പാണ്. ദിസ് ടൈം ഇറ്റ് അപ്പിയർ ടു ബി ഹിസ് എൽഡർ ബ്രദർ ഹാൻഡിലിങ് എ പീസ് ഓഫ് ലെതർ. ഇത്തവണ കണ്ടപ്പോഴേ കൂട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടത് ഒരു എൽഡർ ബ്രദർ വരുന്ന പോലെയാണ്. ഇറ്റ് അപ്പിയർ ടു ബി ഹിസ് എൽഡർ ബ്രദർ. അദ്ദേഹം ആയിരിക്കും വരുന്നത്, പക്ഷേ എൽഡർ ബ്രദറാണെന്നാണ് തോന്നിച്ചത്. പ്രായവും കൂടി വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. എൽഡർ ബ്രദർ ഹാൻഡിലിങ് എ പീസ് ഓഫ് ലെതർ. കയ്യിലൊരു പീസ് ലെതറും ഉണ്ട്. വെൽ മിസ്റ്റർ ഗസ്ലർ ഐ സെഡ്. ഞാൻ പറഞ്ഞു വെൽ ഹൗ ആർ യു, എങ്ങനെയുണ്ട്? ഹീ കെയിം ക്ലോസ്. അദ്ദേഹം അടുക്കലേക്ക് വന്നു. ആൻഡ് പിയേർഡ് അറ്റ് മീ. എന്നെ സൂക്ഷിച്ച് നോക്കി. ഐ ആം പ്രിറ്റി വെൽ. ഞാൻ വളരെ പ്രിറ്റി വെല്ലാണ്, വളരെ നന്നായിരിക്കുന്നു. ഹി സെഡ് സ്ലോലി. അദ്ദേഹം സാവധാനം പറഞ്ഞു. ബട്ട് മൈ എൽഡർ ബ്രദർ ഈസ് ഡെഡ്. അപ്പോൾ ഇദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ക്ഷീണിതനായി പ്രായാധിക്യമുള്ള ആളായതുകൊണ്ടാണ് വരുന്നത്. ഇയാളുടെ ജ്യേഷ്ഠനാണെന്ന് തോന്നിയത്. ഇപ്പോൾ എങ്ങനെയായിരിക്കുന്ന അയാൾ? അദ്ദേഹം എൽഡർ ബ്രദർ മരിച്ചുപോയി. ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ടാൽ എൽഡർ ബ്രദറാണെന്ന് തോന്നിക്കും, നേരത്തെ ആളാണെന്ന് തോന്നിക്കും, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നുപോയി. ആൻഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് വാസ് ഇൻഡീഡ് ഹിംസെൽഫ് ബട്ട് ഹൗ ഏജ്ഡ് ആൻഡ് വാൻ. ആൻഡ് ഐ സോ ദാറ്റ് വാസ് ഇൻഡീഡ് ഹിംസെൽഫ്. അദ്ദേഹം തന്നെയാണ്, ഇത് വേറെ ആരുമല്ല, ജ്യേഷ്ഠനൊന്നുമല്ല. ബട്ട് ഹൗ ഏജ്ഡ് ആൻഡ് വാൻ. പക്ഷേ എത്രമാത്രം പ്രായമായി.
ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ടായിരിക്കും വളരെയധികം പ്രായം തോന്നിച്ചു. ആൻഡ് വാൻ, അദ്ദേഹത്തിന് വാൻ മീൻസ് തളർച്ച, ക്ഷീണം. അദ്ദേഹത്തെ കണ്ടപ്പോൾ തളർച്ചയും ക്ഷീണമൊക്കെ വന്ന ആളായി. നെവർ ബിഫോർ ഹാഡ് ഐ ഹാർഡ് ഹിം മെൻഷൻ ഹിസ് ബ്രദർ. ഇതിനും ബ്രദറിനെ പറ്റി ഒന്നും സൂചിപ്പിച്ച് കണ്ടില്ല. മച്ച് ഷോക്ക്ഡ് ഐ മർമേഡ്, ഓ ഐ ആം സോറി. ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. മൂത്ത ജ്യേഷ്ഠൻ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം സോറി. ഐ ആൻസർഡ്, അദ്ദേഹം പറഞ്ഞു ശരി. ഹി വാസ് എ ഗുഡ് മാൻ, ഹി മെയ്ഡ് ഗുഡ് ബൂട്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, എൻ്റെ ജ്യേഷ്ഠൻ നല്ല മനുഷ്യനായിരുന്നു, നല്ല ബൂട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ബട്ട് ഈസ് ഡെഡ്, അദ്ദേഹം മരിച്ചു. ആൻഡ് ഹീ ടച്ച് ദ ടോപ്പ് ഓഫ് ഹിസ് ഹെഡ്, അദ്ദേഹം തൻ്റെ തലയിൽ കൈവച്ചു. വേർ ദ ഹെയർ ഹാഡ് സഡൻലി ഗോൺ ആസ് തിൻ ആസ് ഇറ്റ് ഹാഡ് ബീൻ ഓൺ ദാറ്റ് ഓഫ് ഹിസ് പുവർ ബ്രദർ ടു ഇൻഡിക്കേറ്റ്. തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വേർ ദ ഹെയർ ഹാഡ് സഡൻലി ഗോൺ. ഇപ്പോൾ മുടിയൊക്കെ ഒത്തിരി തിന്നായിട്ടുണ്ട്, പ്രായം ചെല്ലുമ്പോൾ അങ്ങനെ ആയിരിക്കാം. മുടിയൊക്കെ ഇച്ചിരി തിന്നായിട്ടുണ്ട്, ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് തിൻ ആസ് ഇറ്റ് ഹാഡ് ബീൻ ഓൺ ദാറ്റ് ഹിസ് പുവർ ബ്രദർ ടു ഇൻഡിക്കേറ്റ്. തൻ്റെ പുവർ ബ്രദറിനെ സൂചിപ്പിക്കാനായിട്ട് തൻ്റെ തലയിലേക്ക് കൈവച്ച് അദ്ദേഹം പറഞ്ഞത്. ഡു യു വാണ്ട് എനി ബൂട്ട്സ്? നിങ്ങൾക്ക് ബൂട്ട് വല്ലതും വേണോ? ആൻഡ് ഹേ ഹെൽഡ് അപ്പ് ദ ലെതർ ഇൻ ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലെതർ എടുത്ത് വെച്ചു. അതാ മെറ്റീരിയൽ, അതെടുത്ത് കാണിച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ്. ഇതൊരു നല്ല പീസാകട്ടോ എന്ന് പറഞ്ഞു. നല്ലൊരു മെറ്റീരിയലാണ്, നല്ല പീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലെതറിൻ്റെ പീസ് എടുത്ത് കാണിച്ചു. അതുകൊണ്ടാണ് ചെരുപ്പൊക്കെ ഉണ്ടാക്കേണ്ടത്, ബൂട്ട് ഉണ്ടാക്കേണ്ടത്. ഐ ഓർഡേർഡ് സെവറൽ പെയർസ്. ഞാൻ കുറേ ജോഡി ബൂട്ടുകൾ ഓർഡർ ചെയ്തു. ഇറ്റ് വാസ് വെരി ലോങ് ബിഫോർ ദേ കെയിം. ഉണ്ടാക്കിയൊക്കെ വന്നപ്പോൾ വെച്ച സമയം എടുത്തു. ബട്ട് ദേ വർ ബെറ്റർ ദാൻ എവർ. പക്ഷേ അവ എന്നത്തേക്കാളും നല്ല ബൂട്ടുകളായിരുന്നു. വൺ സിംപ്ലി കുഡ് നോട്ട് വെയർ ദം ഔട്ട്. അത് കാലയിട്ടുണ്ടേ അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി നടക്കാൻ തോന്നുകയല്ല നമുക്ക്. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് ഐ വെൻ്റ് എബ്രോഡ്. അതിനുശേഷം പെട്ടെന്ന് ഞാൻ വിദേശത്ത് പോയി. ഇറ്റ് വാസ് ഓവർ എ ഇയർ ബിഫോർ ഐ വാസ് അഗെയിൻ ഇൻ ലണ്ടൻ. വീണ്ടും ലണ്ടനിൽ വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞു. ആൻഡ് ദ ഫസ്റ്റ് ഷോപ്പ് ഐ വെൻറ്റ് ടു വാസ് മൈ ഓൾഡ് ഫ്രണ്ട്സ്. ഞാനിവിടെ വന്നിട്ട് ആദ്യം കാണാൻ പോയത് എൻ്റെ ഈ പഴയ ഫ്രണ്ടിൻ്റെ കടയിലേക്കാണ്, ഈ ചെരുപ്പുണ്ടാക്കുന്ന ആളുടെ അടുക്കിലേക്ക്. ഐ ഹാഡ് ലെഫ്റ്റ് എ മാൻ ഓഫ് 60. ഞാൻ പോകുമ്പോൾ പുള്ളിക്ക് ഏകദേശം 60 വയസ്സൊക്കെ ആയിരുന്നു. ഐ കെയിം ബാക്ക് ടു വൺ ഓഫ് ദ 75. ഇപ്പോൾ വന്നപ്പോഴോ 1 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളിയെ കണ്ട ഒരു 75 വയസ്സ് തോന്നിക്കും. പിഞ്ചർ ആൻഡ് വൂൺ. ആകെ കഷ്ടപ്പെട്ട് ജീവിതം നയിച്ചതുകൊണ്ട് ആണ് വന്നിരിക്കുന്നത്. പിഞ്ചറാണ്, കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലൂടെ വന്നയാളാണ്. ആകെ ഉലഞ്ഞു, ജീവിതം ആകെ കഷ്ടപ്പാട് കൊണ്ട് ഉലഞ്ഞിരിക്കുന്നു. ഹൂ ജെനുവൻലി ദിസ് ടൈം ഡിഡ് നോട്ട് അറ്റ് ഫസ്റ്റ് നോ മീ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല. ഡു യു വാണ്ട് എനി ബൂട്ട്സ്? നിങ്ങൾക്ക് ബൂട്ട് വേണോ? ഹി സെഡ് ഐ ക്യാൻ മേക്ക് ദം ക്വിക്ക്ലി. അദ്ദേഹം പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ കഴിയും. ഇറ്റ്സ് എ സ്ലാക്ക് ടൈം. ഇപ്പോൾ ഒരയവുള്ള സമയം, ജോലിയൊന്നും അങ്ങനെ എതിയില്ല, അയവുള്ള സമയമാണ്. ഐ ആൻസേർഡ്. ഞാൻ പറഞ്ഞു പ്ലീസ് ഐ വോണ്ട് ബൂട്ട്സ് ഓൾ അറൗണ്ട് വെരി കൈൻഡ്. ഓ എനിക്ക് വേണം കേട്ടോ ബൂട്ട്സ്. ഐ വോണ്ട് ബൂട്ട്സ് ഓൾ അറൗണ്ട്. എനിക്ക് കുറച്ച് ബൂട്ട്സൊക്കെ വേണം. ഐ ഹാഡ് ഗിവൺ ദോസ് ബൂട്ട്സ് അപ്പ് വെൻ വൺ ഈവനിങ് ദേ കെയിം. ഞാൻ ബൂട്ട്സൊക്കെ ഓർഡർ ചെയ്തു. ഒരു വൈകുന്നേരം വന്നു. 1 by 1 ഐ ട്രൈഡ് ദം ഓൺ. ഓരോന്നായിട്ട് എൻ്റെ കാലം ഇട്ട് നണിഞ്ഞു നോക്കി. ഇൻ ഷേപ്പ് ആൻഡ് ഫിറ്റ്. അത് നല്ല ഷേപ്പ് വേണം, നല്ല പോലെ ഫിറ്റ് ചെയ്യുന്നു. ഇനി ഫിനിഷ് ആൻഡ് ക്വാളിറ്റി. ഷേപ്പിങ്ങിലും അത് ഫിറ്റാകുന്ന കാര്യത്തിലും അതുപോലെ ഫിനിഷിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും, ക്വാളിറ്റി ഓഫ് ലെതറിൻ്റെ കാര്യത്തിൽ ദേ വർ ദ ബെസ്റ്റ് ഹി ഹാഡ് എവർ മെയ്ഡ്. അയാൾ ഉണ്ടാക്കിയിരുന്ന ഏറ്റവും നല്ല ലെതർ ചെരുപ്പുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ലതായിട്ട് ഫിറ്റാകുന്നു, നല്ല ഫിനിഷിങ്ങുള്ള, നല്ല ക്വാളിറ്റിയുള്ള ലെതർ ഒക്കെ. ഐ ഫ്ലൂ ഡൗൺ സ്റ്റേഴ്സ്. ഞാൻ പെട്ടെന്ന് താഴേക്ക് ഓടി. ഐ റോട്ട് എ ചെക്ക്. പെട്ടെന്ന് ചെക്ക് എടുത്ത് എഴുതി. ആൻഡ് പോസ്റ്റഡ് ഇറ്റ് അറ്റ് വൺസ് വിത്ത് മൈ ഓൺ ഹാൻഡ്. അതിൻ്റെ കൂലിയ അത് ചെക്കായിട്ട് എഴുതി പോസ്റ്റ് ചെയ്തു. എ വീക്ക് ലേറ്റർ പാസിങ് ദ ലിറ്റിൽ സ്ട്രീറ്റ്. ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ചെറിയ സ്ട്രീറ്റ് കൂടെ ഞാൻ പോയി. ഐ തോട്ട് ഐ വുഡ് ഗോ ഇൻ ആൻഡ് ടെൽ ഹിം ഹൗ സ്പ്ലെൻഡഡ്ലി ദ ന്യൂ ബൂട്ട്സ് ഫിറ്റഡ്. ഞാൻ ചെന്നിട്ട് ആ കടയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഹൗ സ്പ്ലെൻഡഡ്ലി ദ ന്യൂ ബൂട്ട്സ് ഫിറ്റഡ് എന്ന് പറയണ്ടേ. എൻ്റെ കാലിട്ട് ചിലപ്പോൾ അത്ര നല്ല സ്പ്ലെൻഡിഡ് ആയിട്ടുള്ളതായിരുന്നു, അന്ന് അത്ര നന്നായിട്ടാണ് ഫിറ്റ് ചെയ്തായിരുന്നു. ബട്ട് വെൻ ഐ കെയിം ടു വെർ ഹിസ് ഷോപ്പ് ഹാഡ് ബീൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ ചെന്നപ്പോഴേ ഹിസ് നെയിം വാസ് ഗോൺ. അവിടെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പേരൊന്നുമില്ല. ഐ വെൻറ്റ് ഇൻ വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. ഞാൻ മനസ്സാകെ ഉലഞ്ഞ് വിഷമിച്ച് ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഇൻ ദ ഷോപ്പ് ദർ വാസ് എ യങ് മാൻ വിത്ത് ആൻ ഇംഗ്ലീഷ് ഫേസ്. അവിടെ ചെന്നപ്പോൾ ലണ്ടൻകാർ തന്നെ ഒരാളിരിപ്പുണ്ട്. മിസ്റ്റർ ഗസ്ലറിൻ. ഐ സെഡ് ഗസ്ലറോടെ ഉണ്ടോ? നോ സർ. ഹീ സെഡ് ഇല്ല. നോ
ബട്ട് വി ക്യാൻ അറ്റൻഡ് ടു എനിത്തിങ് വിത്ത് പ്ലഷർ. പക്ഷേ എന്താ പറഞ്ഞു, അന്ന് ചെയ്തു തരാമല്ലോ. വി ഹാവ് ടേക്കൻ ദ ഷോപ്പ് ഓവർ. ഞങ്ങളുടെ ഷോപ്പ് അങ്ങ് മേടിച്ചു. യെസ് ഐ സെഡ്, ബട്ട് മൈ ജസ്ലർ. പക്ഷേ മിസ്റ്റർ ജസ്ലർ എന്ത്? ഓ ഐ ആൻസർ ഡെറ്റ്. അദ്ദേഹം മരിച്ചു കേട്ടോ. ഡെറ്റ്, ബട്ട് ഐ ഓൺലി റിസീവ്ഡ് ദീസ് ബുട്ട്സ് ഫ്രം ഹിം ലാസ്റ്റ് വെനസ്ഡേ വീക്ക്. കഴിഞ്ഞ വെനസ്ഡേയിലാണ്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ വെനസ്ഡേയിലാണ് ഞാൻ ഈ ബൂട്ട് എനിക്ക് കിട്ടിയത്. ഹീ സെറ്റ്, പുവർ ഓൾഡ് മാൻ സ്റ്റാർഡ് ഹിംസെൽഫ്. പാവം അദ്ദേഹം സ്വയം പട്ടിണി കിടന്നു. സ്ലോ സ്റ്റാർവേഷൻ ഡോക്ടർ കോൾഡ് ഇറ്റ്. ഡോക്ടർ പറഞ്ഞെങ്ങനെയാണ്, സ്ലോ സ്റ്റാർവേഷനായിരുന്നു, സാവധാനമുള്ള പട്ടിണി കിടപ്പ്. യു സീ ഹീ വെൻ ടു വർക്ക് ഇൻ സച്ച് എ വേ. നിങ്ങൾ നോക്ക്, അദ്ദേഹം അങ്ങനെയാണ് ജോലി ചെയ്തത്. വുഡ് കീപ് ദ ഷോപ്പ് ഓൺ, വുഡൻ ഹാവ് എ സോൾ ടച്ച് ഹിസ് ബൂട്ട്സ് എക്സെപ്റ്റ് ഹിംസെൽഫ്. വുഡ് കീപ് ദ ഷോപ്പ് ഓൺ, അയാളിങ്ങനെ കടയൊക്കെ നടത്തിക്കൊണ്ട് പോയി. വുഡൻ ഹാവ് എ സോൾ ടച്ച് ഹിസ് ബൂട്ട്സ് എക്സെപ്റ്റ് ഹിംസെൽഫ്. അദ്ദേഹം അല്ലാതെ ആ ചെരുപ്പിൻ്റെ ആ രീതിയെപ്പറ്റി മറ്റാരും അത്ര ശ്രദ്ധിച്ചില്ല. വുഡ് നോട്ട് ഹാവ് എ സോൾ ടച്ച് ഹിസ് ബൂട്ട്സ് എക്സെപ്റ്റ് ഹിംസെൽഫ്. ആ ചെരുപ്പിൻ്റെ രീതികളെപ്പറ്റി അയാളാണ് കൂടുതൽ ശ്രദ്ധിച്ചത്, അല്ലാതെ വേറെ ആരും അത്ര ശ്രദ്ധിച്ചില്ല. വെൻ ഹീ ഗോട്ട് ആൻ ഓർഡർ, ഒരു ഓർഡർ കിട്ടുമ്പോൾ ഇറ്റ് ടുക്ക് ഹിം സച്ച് എ ടൈം, അതിൽ കൂടുതൽ നേരം എടുക്കും, സമയമെടുക്കും. പീപ്പിൾ വോണ്ട് വെയിറ്റ്, ആൾക്കാരങ്ങനെ കാത്തിരിക്കുകയില്ല. അടുത്ത ആഴ്ച തരാവുന്നില്ല, നല്ല പണിയുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെ കാത്തിരിക്കില്ല. ഹീ ലോസ്റ്റ് എവരിബഡി, എല്ലാവരും പോയി. അദ്ദേഹത്തിന് നിത്യമായിട്ട് നിരന്തരം അദ്ദേഹത്തിന് മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അയാൾക്ക് പിന്നെ ചെരുപ്പിൻ്റെ ഓർഡർ കൊടുക്കാതെയായി. കാരണം ഇത് കടയിൽ പോയി മേടിക്കാൻ കിട്ടും, അതുകൊണ്ട് ഇതുപോലത്തേത്. ആൻഡ് ദർ ഹി വുഡ് സിറ്റ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ, അവിടെ ഇങ്ങനെ നോക്കിയിരിക്കും, പക്ഷെ ആരും വരില്ല. ഐ വിൽ സേ ദാറ്റ് ഫോർ ഹിം നോട്ട് എ മാൻ ഇൻ ലണ്ടൻ മെയ്ഡ് എ ബെറ്റർ ബൂട്ട്. ഐ വിൽ സേ ദാറ്റ് ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയാം, അങ്ങേരെ പോലെ നല്ല ബൂട്ട് ഉണ്ടാക്കുന്ന ഒറ്റ കുഞ്ഞുങ്ങളില്ല ഇവിടെ. നോട്ട് എ മാൻ ഇൻ ലണ്ടൻ മെയ്ഡ് എ ബെറ്റർ ബൂട്ട്, അതിനൊക്കെ നല്ല ബൂട്ട് ഉണ്ടാക്കാൻ വേറെ ആർക്കും അറിയില്ല. ബട്ട് ടു ലുക്ക് അറ്റ് ദ കോമ്പറ്റീഷൻ, പക്ഷേ മത്സരം നോക്കിയേ, ആൾക്കാരിങ്ങനെ ഇവിടെ ഭയങ്കര മത്സരമാണ് ഈ രംഗത്ത്. നെവർ അഡ്വർടൈസ്ഡ്, അദ്ദേഹം അഡ്വർടൈസ് ചെയ്തില്ല. അഡ്വർടൈസ്മെൻ്റൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാന കാര്യം കച്ചവടത്തിൽ, അത് അദ്ദേഹം ചെയ്തില്ല. ഇവിടെ ഹാവ് ദ ബെസ്റ്റ് ലെതർ ടു, അവിടെ മേടിക്കുന്നത് നല്ല അടിപൊളി ലെതറാണ്, നല്ല ബെസ്റ്റ് ലെതറിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഡു ഇറ്റ് ഓൾ ഹിംസെൽഫ്, എല്ലാം സ്വയമാണ് ചെയ്യുന്നില്ല, വേറെ ആരെയെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. വെൽ ദർ ഇറ്റ് ഈസ്, അതാ അവിടെ. വാട്ട് കുഡ് യു എക്സ്പെക്റ്റ് വിത്ത് ദിസ് ഹൈസ് ഐഡിയാസ്? ഇങ്ങനെ ഈ തരത്തിലുള്ള ഐഡിയ കൊണ്ട് നിങ്ങളെന്തോ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെ ജീവിക്ക് പോകാൻ പറ്റുമെന്നോ? ബട്ട് സ്റ്റാർവേഷൻ, പക്ഷെ പട്ടിണി. ആൻഡ് ദാറ്റ് മേ ബി എ ബിറ്റ് ഫ്ലവറി, അതല്പം ആലങ്കാരികമായി പറയുന്നേ ഉള്ളൂ. ആസ് ദ സെയിങ് ഈസ്, ബട്ട് ഐ നോ മൈസെൽഫ് ഹി വാസ് സിറ്റിംഗ് ഓവർ ഹിസ് ബൂട്ട്സ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ഈ ബൂട്ടുമായിട്ട് എങ്ങനെ ഇരിക്കും. ടു ദ വെരി ലാസ്റ്റ് യു സീ, അവസാനം നിങ്ങൾ കണ്ടപ്പോഴേ. ഐ യൂസ് ടു വാച്ച് ഹിം, ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നേ. നെവർ ഗേവ് ഹിംസെൽഫ് ടൈം ടു ഈറ്റ്, അദ്ദേഹത്തിനാണെങ്കിൽ ആഹാരം കഴിക്കാൻ പോലും നേരെയില്ല. നെവർ ഹാഡ് എ പെന്നി ഇൻ ദ ഹൗസ്, വീട്ടിലാണെങ്കിൽ ഒരു ചില്ലി പൈസയില്ല. ഓൾ വെൻറ്റ് ഇൻ റെൻ്റ് ആൻഡ് ലെതർ, കിട്ടുന്ന പൈസയൊക്കെ വാടക കൊടുക്കാനും ലെതർ വാങ്ങിക്കാനും പോകും. ഹൗ ഹി ലീവ്ഡ് സോ ലോങ് ഐ ഡോണ്ട് നോ. ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചത് അതെനിക്കറിയില്ല. അദ്ദേഹം ഇത്രയും നാളും എങ്ങനെയാണ് ജീവിച്ചത് അതെനിക്കറിയില്ല. ഹി റെഗുലർലി ലെറ്റ് ഈസ് ഫയർ ഔട്ട്സ്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ദേഷ്യപ്പെടും. ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിനുള്ളിലുള്ള ദേഷ്യം പുറത്തേക്ക് വിടും. ഹേ വാസ് എ ക്യാരക്ടർ, അദ്ദേഹം ഒരു പ്രത്യേക കഥാപാത്രം. ബട്ട് ഹീ മെയ്ഡ് ഗുഡ് ബൂട്ട്സ്, പക്ഷേ അദ്ദേഹം നല്ല ബൂട്ട്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. യെസ് ഐ സെഡ്, ശരി ഞാൻ പറഞ്ഞു. ഹീ മെയ്ഡ് ഗുഡ് ബൂട്ട്സ്, അദ്ദേഹം നല്ല ബൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കഥ എഴുതിയ ജോൺ ഗാൾസ്വർത്തിയാണ്. ഇത് സിംപ്ലിഫൈഡും അബ്രിഡ്ജുമാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.